യമനിലെ ജയിലിൽ കഴിയുന്ന നിമിഷപ്രിയയുടെ മോചനത്തിൽ പുതിയ വഴിത്തിരിവ്. മോചനത്തിനായി ഇറാൻ ഇടപെടുന്നുവെന്ന തലാൽ ആക്ഷൻ കൗൺസിൽ സ്പേക്ക് പേഴ്സണലായിരുന്ന സർഹാൻ ഷംസാൻ അൽ വ്യക്തമാക്കിയിരിക്കുകയാണ്. തലാലിന്റെ കുടുംബം മാപ്പ് നൽകിയിട്ടും യമനിലെ ഹൂതി ഗവൺമെന്റ് നിമിഷപ്രിയയ്ക്ക് നീതി നിഷേധിക്കുകയാണെന്നാണ് സർഹാൻ ആരോപിച്ചത്. വിശദമായ വിവരങ്ങൾ അനൽക സെയ്ദ് പങ്കുവയ്ക്കും. അനൽക, ഈ പറഞ്ഞതുപോലെ വലിയ രീതിയിലുള്ളൊരു വഴിത്തിരിവാണ് ഉണ്ടായിരിക്കുന്നത്. ഏത് നിലയ്ക്കാണ് കാര്യങ്ങൾ? എത്രത്തോളം ആശാവഹമാണ് ഇതിലെ നീക്കങ്ങൾ? സംഗീത, നിമിഷപ്രിയയുടെ ഈ മോചന ശ്രമവുമായി ഇപ്പോൾ ഇറാൻ ഒരു നീക്കം നടത്തിയിരിക്കുകയാണ്. ഇതുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ ഒരു പുതിയൊരു വാർത്ത ഇപ്പോൾ പുറത്തേക്ക് വരുന്നത്. ഈ നിമിഷപ്രിയയുടെ വധശിക്ഷ റദ്ദാക്കിയിരുന്നു. അതിനുശേഷം നിമിഷപ്രിയ ഇപ്പോഴും യമനിലെ ജയിലിൽ തുടരുകയാണ്. കേന്ദ്ര സർക്കാർ ഉൾപ്പെടെ ഇതുമായി ബന്ധപ്പെട്ട് നടക്കുന്ന അല്ലെങ്കിൽ നീക്കങ്ങളൊക്കെ തന്നെ സുപ്രീം കോടതിയിലടക്കം അതിനുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ അപ്ഡേറ്റ് ചെയ്യുകയും ചെയ്തിരുന്നു. അതിനിടയിലാണ് ഇറാന്റെ ഭാഗത്ത് നിന്ന് ഇത്തരത്തിലൊരു നീക്കം ഉണ്ടാകുന്നത്. ഇന്ത്യയുമായി അടുത്ത സൗഹൃദം സൂക്ഷിക്കുന്ന അല്ലെങ്കിൽ അടുത്ത നയതന്ത്ര ബന്ധം കാത്തു സൂക്ഷിക്കുന്ന ഒരു രാജ്യം കൂടിയാണ് ഇറാൻ എന്ന് പറയുന്നത്. ഇറാൻ വഴിയാണ് ഇത്തരത്തിലുള്ള നീക്കം നടത്തുകയും ചെയ്തിട്ടുള്ളതെന്നാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന സൂചനകൾ. ഇതുമായി ബന്ധപ്പെട്ടാണ് ഇത് സ്ഥിരീകരിക്കുന്ന ഒരു വാർത്തയാണ്. പിന്നെ ഈ തലാൽ ആക്ഷൻ കൗൺസിലിൻ്റെ സ്പോക്ക് പേഴ്സൺ കൂടിയായിട്ടുള്ള യമൻ ആക്ടിവിസ്റ്റ് സർഹാൻ ഷംസാൻ അൽ വിസാവി ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റിലാണ് ഇത്തരത്തിലൊരു സ്ഥിരീകരണം നടത്തുകയും ചെയ്തിട്ടുള്ളത്. അതായത് തലാലിന് നീതി കിസാസ് അഥവാ പ്രതിക്കൊലാണെന്നും യമനിലെ ഹൂത്തി ഗവൺമെൻറ് നീതി നിഷേധിക്കുകയുമാണെന്നാണ് സർഹാൻ ഷംസാൻ ആരോപിക്കുകയും ചെയ്തിട്ടുള്ളത്. അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റിൻ്റെ പൂർണ്ണരൂപം ഇങ്ങനെയാണ്: ഇന്ത്യയിലെ ഗ്രാൻഡ് മുഫ്തിയുടെ മധ്യസ്ഥതയിൽ തൂക്കിക്കൊല്ലൽ വധശിക്ഷ നടക്കുന്നു. ഹൂത്തി സർക്കാരിൻ്റെ സെക്രട്ടറി ജനറൽ വഴി നീതി വിജയകരമായി വിൽപ്പന നടത്തുകയാണെന്നാണ് സർഹാൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ സൂചിപ്പിക്കുകയും ചെയ്തിട്ടുള്ളത്. ഇതുമായി ബന്ധപ്പെട്ട് നമുക്കറിയാം, കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാരുടെ ഇടപെടൽ യമനിലെ ഏറ്റവും പ്രധാനപ്പെട്ട സൂഫി പണ്ഡിതനായിട്ടുള്ള ഷെയ്ഖ് ഹബീബ് ഉമർ ഹാഫിദ് വഴിയാണ് ഇത്തരത്തിൽ വധശിക്ഷ റദ്ദാക്കുന്നതിലേക്കൊക്കെ തന്നെ കാര്യങ്ങൾ എത്തിയത്. അതിനുശേഷം തന്നെ ഇതുമായി ബന്ധപ്പെട്ട് കേന്ദ്ര സർക്കാർ ഉൾപ്പെടെ ഇത്തരത്തിൽ നീക്കം നടത്തിയിരുന്നു. കേന്ദ്ര സർക്കാരിന് ഉൾപ്പെടെ യമനിനകത്ത് ഇടപെടുന്നതിൽ പരിമിതി ഉണ്ടായിരുന്നു. അങ്ങനെയാണ് ഇത്തരത്തിൽ പ്രധാനപ്പെട്ട മുസ്ലിം പണ്ഡിതനായിട്ടുള്ള കാന്തപുരം ഈ വിഷയത്തിൻ്റെ ഇടപെട്ടുകൊണ്ട് വധശിക്ഷ റദ്ദാക്കുന്നതിലേക്ക് കാര്യങ്ങൾ എത്തിയത്. വധശിക്ഷ റദ്ദാക്കി കഴിഞ്ഞതിന് ശേഷം യമനിലെ ജയിലിൽ തുടരുകയായിരുന്നു ഇത്തരത്തിൽ നിമിഷപ്രിയ. അതിനിടയിലാണ് ഇറാൻ്റെ ഭാഗത്ത് നിന്ന് ഇത്തരത്തിൽ ഇടപെടുണ്ടായിരിക്കുന്നത്. ഇന്ത്യൻ സർക്കാരിന് അത്തരത്തിൽ യമനിനകത്ത് എംബസി സംവിധാനങ്ങളൊന്നും തന്നെ ഇല്ല. സൗദി ഗവൺമെൻറ് വഴിയും അതോടൊപ്പം ഇറാൻ ഗവൺമെൻറ് വഴിയാണ് ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ തന്നെ നിരീക്ഷിക്കുകയും ചെയ്തിരുന്നത്. ആ ഘട്ടത്തിലാണ് ഇറാൻ്റെ ഭാഗത്ത് നിന്ന് ഇന്ത്യയുടെ അടുത്ത സുഹൃത്ത് രാഷ്ട്രം കൂടിയായിട്ടുള്ള ഇറാൻ വഴി ഇത്തരത്തിലുള്ള നീക്കം നടത്തിയിരിക്കുന്ന സൂചനകളാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുകയും ചെയ്തിട്ടുള്ളത്. ഇതിലേറ്റവും ആശ്വാസകരമായിട്ടുള്ള വാർത്ത കൂടിയാണ് ഈ ഘട്ടത്തിൽ പുറത്തു വരികയും ചെയ്തിട്ടുള്ളത്. ഇത് സ്ഥിരീകരിച്ചുകൊണ്ടാണ് തലാൽ ആക്ഷൻ കൗൺസിലിൻ്റെ സ്പോക്ക് പേഴ്സൺ കൂടിയായിരുന്ന സർഹാൻ ഷംസാൻ അൽ വിസാബ് ഇത്തരത്തിൽ സ്ഥിരീകരിച്ചുകൊണ്ട് ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് അദ്ദേഹത്തിൽ ഫേസ്ബുക്കിൽ ഇടുകയും ചെയ്തിട്ടുള്ളത്. അതായത് ഇതുമായി ബന്ധപ്പെട്ട് നിലവിൽ ഇപ്പോഴും ചർച്ചകൾ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഇത് അതിലേക്കാണ് വരുന്നത്. ഈ സജീവമായി തന്നെ നിൽക്കുകയാണോ ചർച്ചകൾ? ഇപ്പോൾ വീണ്ടും ഇങ്ങനെയൊരു ഇറാന്റെ ഭാഗത്തുനിന്നും ഇത്തരമൊരു ഇടപെടൽ ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായും അത് ഈ ചർച്ചകൾക്ക് കൂടുതൽ ഊർജം പകരുന്ന കാര്യമാണ്. അത് തീർച്ചയായും ഒരു പ്രതീക്ഷാവഹമായ കാര്യത്തിലേക്ക് എത്തിക്കുമെന്നാണ് നമുക്ക് കരുതാൻ കഴിയുന്നതും അങ്ങനെയാണ് നമ്മൾ വിചാരിക്കുന്നതും. അപ്പോൾ ഇപ്പോൾ നടക്കുന്ന ചർച്ചകൾ അത് ഏത് വിധേനയാണ്? അതിൽ ഇപ്പോൾ ഈ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ കാര്യങ്ങൾ പുറത്തേക്ക് എത്തുന്നത് കൂടാതെയുള്ള ചർച്ചകൾ അത് ഏത് തരത്തിലൊക്കെയാണ്? സംഗീത, അതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ ഇപ്പോൾ നമുക്ക് ലഭ്യമായിട്ടില്ല. ഇത്തരത്തിലൊരു നീക്കം ഇറാൻ ഗവൺമെൻറ് വഴി നടക്കുന്നുണ്ട് എന്നൊരു വിവരം മാത്രമാണ് ഈ ഘട്ടത്തിൽ നമുക്ക് ലഭ്യമായിട്ടുള്ളത്. അതിൻ്റെ അപ്ഡേഷൻ അല്ലെങ്കിൽ അതിൻ്റെ തുടർ വിവരങ്ങളൊന്നും ഇതുവരെ ഒരു നിമിഷം അനൽക്കയിലേക്ക് തിരികെ വരാം. ഇപ്പോൾ നമ്മളോടൊപ്പം ടെലിഫോൺ ലൈനിൽ കുഞ്ഞഹമ്മദ് കൂറാച്ചുണ്ട ചേരുകയാണ്. അത് നിമിഷപ്രിയ ആക്ഷൻ കൗൺസിലിൻ്റെ പ്രതിനിധിയാണ്. ശ്രീ കുഞ്ഞഹമ്മദ്, ഇക്കാര്യത്തിൽ ഇപ്പോൾ ഇറാന്റെ ഭാഗത്തു നിന്നും ഒരു ഇടപെടൽ ഉണ്ടാകുന്നു എന്നുള്ള ഒരു വലിയ ആശ്വാസകരമായിട്ടുള്ള കാര്യം കൂടി വരികയാണ്. താങ്കൾ ഈ വാർത്ത ശ്രദ്ധിച്ചിരുന്നോ? എങ്ങനെ മനസ്സിലാക്കുന്നു ഈ സാഹചര്യത്തെ? തുടക്കം മുതൽ ഇറാന്റെ ഇടപെടൽ ഉണ്ടാകുമെന്നുള്ള ഒരു ധാരണയും നമ്മുടെ ഒരു ആശ്വാസവും നമുക്ക് ലഭിച്ചുകൊണ്ടിരുന്നതാണ്. ഇറാന്റെ രാജ്യത്തിന്റെ പ്രതിനിധിയായിട്ടുള്ള ഒരാൾ ഇന്ത്യ സന്ദർശിച്ചപ്പോൾ, അദ്ദേഹത്തിന്റെ പേര് ഞാൻ ഓർക്കുന്നില്ല, ഇന്ത്യ സന്ദർശിച്ചപ്പോൾ ഇന്ത്യ ഗവൺമെന്റിന്റെ പ്രതിനിധികൾ അദ്ദേഹത്തെ കാണുകയും ഇത് സംബന്ധിച്ച് ഇറാന്റെ സഹായം അഭ്യർത്ഥിക്കുകയും ചെയ്തിരുന്നു. എന്നാൽ പിന്നീട് ഇത് സംബന്ധിച്ച യാതൊരു കാര്യങ്ങളും മുന്നോട്ട് പോയതായിട്ട് നമ്മുടെ ശ്രദ്ധയിൽ വന്നിട്ടില്ല, ആക്ഷൻ കൗൺസിലിന്റെ ശ്രദ്ധയിൽ വന്നിട്ടില്ല. പക്ഷേ
ഇപ്പോൾ ഈ ഞാനും നിങ്ങളെപ്പോലെ തന്നെ കേൾക്കുകയാണ് ഇറാന്റെ ഇടപെടൽ ശക്തമായി ഇക്കാര്യത്തിൽ ഉണ്ടാകാൻ പോകുന്നു എന്നുള്ള കാര്യം. അതോടൊപ്പം തന്നെ ഇത് വധശിക്ഷ, അതായത് നേരത്തെ തന്നെ വധശിക്ഷ നടപ്പാക്കും എന്നുള്ള നിലയിൽ ചില കാര്യങ്ങൾ വരികയും കേരളത്തിൽ നിന്ന് പണ്ഡിതനായിട്ടുള്ള കാന്തപുരം AP അബൂബക്കർ ഉസ്താദിന്റെ ഇടപെടലിന്റെ ഭാഗമായി കൊണ്ടൊക്കെ തന്നെ വധശിക്ഷ തൽക്കാലം ഉണ്ടാകില്ല എന്ന ഒരു ആശ്വാസം നമുക്ക് ലഭിക്കുകയും ചെയ്തിരുന്നു ആക്ഷൻ കൗൺസിലിന്. ഇപ്പോൾ വീണ്ടും ഇറാന്റെ ഈ ഇടപെടൽ ഉണ്ടാകുന്നു എന്ന് പറയുന്നത് വളരെ സന്തോഷകരമായ ഒരു കാര്യമാണ്, ആശ്വാസകരമായ കാര്യമാണ്. വധശിക്ഷ ഇപ്പോൾ നടപ്പാക്കുന്നില്ലെങ്കിലും നമുക്ക് ഉടനെ തന്നെ നടപ്പാക്കുന്ന ഈ വിടുതൽ, സമ്പൂർണമായ വിടുതലിലേക്ക് ഇറാന്റെ ഇടപെടൽ സഹായിക്കുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഇറാന്റെ ഇടപെടലുകൾ ഇത്തരത്തിൽ ഉണ്ടാകുന്ന സാഹചര്യത്തെ നിങ്ങൾക്ക് നേരിട്ട് മനസ്സിലാക്കാൻ എന്തെങ്കിലും വഴിയുണ്ടോ? അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടോ? ഇപ്പോൾ എന്തുകൊണ്ടാണ് പെട്ടെന്ന് ഇങ്ങനെ ഒരു തീരുമാനം ഉടലെടുത്തതെന്നും അതിനുശേഷം ഇനി അങ്ങോട്ട് ഏതൊക്കെ ചർച്ചകൾ ഉണ്ടാകാമെന്നുമുള്ളതിന്റെ ഫോളോ അപ്പ് അത് നിങ്ങൾക്കറിയാൻ എന്തെങ്കിലും വഴിയുണ്ടോ? എങ്ങനെയാണ് താങ്കൾ അത്തരം കാര്യങ്ങളിൽ ഇടപെടുക? ഇന്ത്യ ഗവൺമെന്റിന്റെ നയതന്ത്ര ചാനൽ അല്ലാതെ വ്യക്തികളുടെ ഇടപെടൽ ഇക്കാര്യത്തിൽ ഉണ്ടായിട്ടുണ്ടായിരുന്നു. അതൊരു വലിയ ആശ്വാസമായി വരുന്ന സമയത്ത് ചില പ്രത്യേക കോണുകളിൽ നിന്ന് ഈ കുടുംബത്തെ ബന്ധപ്പെടുകയും കുടുംബത്തെ പ്രകോപിപ്പിക്കുകയും കുടുംബം വിടുതൽ നൽകുന്നതിനെതിരായിട്ടുള്ള നിലപാട് സ്വീകരിക്കുകയും ചെയ്തുകൊണ്ടിരുന്ന ഒരു ഘട്ടത്തിലാണ് നമ്മൾ ഉണ്ടായിരുന്നത്. അപ്പോൾ അദ്ദേഹത്തിന്റെ കൊല്ലപ്പെട്ട തലാലിന്റെ സഹോദരൻ തന്നെ നിരന്തരം ഈ വിടുതൽ കൊടുക്കുന്നതിനും അതുപോലെ തന്നെ വധശിക്ഷ റദ്ദ് ചെയ്യുന്നതിനെതിരായിട്ടുള്ള പരസ്യമായ പ്രതികരണവുമായി അവിടെ കോടതിയൊക്കെ തന്നെ സമീപിക്കുന്ന സ്ഥിതി ഉണ്ടായിട്ടുണ്ടായിരുന്നു. അത് നമ്മളെ സംബന്ധിച്ചിടത്തോളം വളരെ അങ്കലാപ്പവും സങ്കടവും സൃഷ്ടിച്ച ഒരു ഘട്ടവും ഉണ്ടായിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ നിലവിൽ അദ്ദേഹത്തിന്റെ കുടുംബം, അതായത് തലാലിന്റെ കുടുംബം പഴയതിൽ നിന്ന് വ്യത്യസ്തമായി കുറെ കൂടി ഉദാരമായ സമീപനം ഈ കേസ് സെറ്റിൽ ചെയ്യുന്നതിന് അനുകൂലമായി ഉണ്ടാകുന്നു എന്നുള്ള കാര്യം ഞങ്ങൾക്ക് അറിവുണ്ടായിരുന്നു. കാരണം കുടുംബം പഴയ വാശി ഉപേക്ഷിച്ച്, കാരണം വലിയ വലിയ സംഖ്യകൾ ആവശ്യപ്പെട്ടുകൊണ്ടായിരുന്നു കുടുംബത്തിന് വേണ്ടി എന്ന് പറഞ്ഞുകൊണ്ട് ഇടപെട്ട ചില ആളുകൾ പറഞ്ഞത് 35 കോടിയോളം രൂപയൊക്കെ ഇത്തരത്തിൽ വേണ്ടി വരുമെന്നൊക്കെയുള്ള ചില കേന്ദ്രങ്ങൾ പ്രചരിപ്പിക്കുകയും ചെയ്തു. പക്ഷെ അതിൽ നിന്നെല്ലാം ആ കുടുംബം പിന്നോട്ട് പോവുകയും ആ കുടുംബം ഇപ്പോൾ ഈ മാപ്പ് കൊടുക്കുന്നതിലേക്ക് അവരുടെ മാനസികമായി പരിവർത്തിക്കപ്പെട്ടിട്ടുണ്ട് എന്നുള്ള വിവരം ഞങ്ങൾക്കുണ്ട്. പക്ഷേ ഇറാന്റെ ഇടപെടൽ ശക്തമായി ഇപ്പോൾ വരുന്നു എന്നുള്ളതാണ് ഏറ്റവും പുതിയ നിങ്ങളെല്ലാം ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന വാർത്ത. ആ വാർത്തയിൽ ഞങ്ങൾ ആശ്വാസം കൊള്ളുകയാണ്. ഞങ്ങൾ അക്കാര്യത്തിൽ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് ആക്ഷൻ കൗൺസിൽ എന്ന നിലയിൽ. തീർച്ചയായും വളരെയധികം നന്ദി ശ്രീ കുഞ്ഞഹമ്മദ് കൂരാച്ചുണ്ട് ഈ ഘട്ടത്തിൽ നമ്മളോട് സംസാരിച്ചതിന്. അനൽക സെയ്ദ് തുടരുന്നുണ്ട്. അനൽക, ഈ പറഞ്ഞതുപോലെ എല്ലാവരും ആശ്വാസകരം ആയിട്ട് തന്നെയാണ് കാര്യങ്ങളെ കാണുന്നത്. ഇറാന്റെ ഇടപെടലിനെ നമ്മൾ മുമ്പ് തന്നെ പ്രതീക്ഷിച്ചതാണ്. അത് ഇപ്പോൾ ഉണ്ടാകുന്നു എന്നുള്ളത് വലിയ രീതിയിൽ ആശ്വാസം പകരുന്നുണ്ടെന്ന് നമ്മൾ പറഞ്ഞു വന്നത്. ഈ ചർച്ചകൾ ഏത് വിധേന നടക്കാനായിരിക്കും ഇനി അങ്ങോട്ട് സാധ്യത എന്നുള്ളതാണ്. അനൽക പറയൂ, എങ്ങനെയായിരിക്കും ഇനി അങ്ങോട്ട് ചർച്ചകൾ? സംഗീത, നേരത്തെ കുഞ്ഞഹമ്മദ്, അതായത് നിമിഷപ്രിയ സേവ് ആക്ഷൻ കൗൺസിലിൻ്റെ പ്രതിനിധി കൂടിയായിട്ടുള്ള കുഞ്ഞഹമ്മദ് സൂചിപ്പിച്ചതുപോലെ തന്നെ, അതായത് ഇത്തരത്തിലൊരു ചർച്ച നടക്കുന്നുണ്ട് എന്നൊരു വിവരം മാത്രമാണ് ഈ ഘട്ടത്തിൽ പുറത്തേക്ക് വന്നിട്ടുള്ളത്. അതായത് ഇതുമായി ബന്ധപ്പെട്ട് വധശിക്ഷ റദ്ദാക്കിയതിനു ശേഷം തന്നെ ഈ നിമിഷപ്രിയയുടെ മോചന ശ്രമത്തിന് തുരങ്കം വെക്കുന്ന രീതിയിലുള്ള ഇടപെടലുകൾ ചില പാസ്റ്റർമാരുടെ ഭാഗത്തു നിന്നടക്കം ഉണ്ടായിരുന്നു. അത്തരത്തിൽ ചില ആളുകൾ, അതായത് നിമിഷപ്രിയയെ വധശിക്ഷയ്ക്ക് വിധേയമാക്കാൻ പോകുകയാണെന്ന രീതിയിലുള്ള പ്രസ്താവനകളൊക്കെ തന്നെ നടത്തുകയും ചെയ്തിരുന്നു. എന്നാൽ അതിനുശേഷമാണ് ഇത്തരത്തിൽ ആശ്വാസകരമായിട്ടുള്ള വാർത്ത പുറത്തേക്ക് വരുന്നത്. ഇത്തരത്തിൽ, അതായത് ഈ നിമിഷപ്രിയയുടെ മോചനവുമായി ബന്ധപ്പെട്ട് ഇത്തരത്തിൽ ചർച്ച നടക്കുന്നുണ്ട് എന്നൊരു പ്രാഥമികമായിട്ടുള്ള വിവരം മാത്രമാണ് ഇപ്പോൾ നമുക്ക് ലഭ്യമായിട്ടുള്ളത്. അത് ഏത് തരത്തിലാണ്, ആരൊക്കെയാണ് ചർച്ചകളിൽ പങ്കെടുക്കുന്നത് എന്ന കാര്യങ്ങളിലൊന്നും വ്യക്തത വന്നിട്ടില്ല. എന്നാലും ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇന്ത്യയുമായി അടുത്ത സൗഹൃദം പുലർത്തുന്ന രാജ്യമാണ് ഇറാൻ. അതോടൊപ്പം തന്നെ ഈ കേസ് സുപ്രീം കോടതിയിൽ വന്ന സമയത്ത് പോലും കേന്ദ്ര സർക്കാരിൻ്റെ പ്രതിനിധികൾ അടക്കം സൂചിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. നിമിഷപ്രിയയുടെ മോചനവുമായി ബന്ധപ്പെട്ട ഇടപെടലുകൾ ഇപ്പോഴും നടക്കുന്നുണ്ട് എന്ന കാര്യമൊക്കെ തന്നെ കേന്ദ്ര സർക്കാർ സുപ്രീം കോടതിയിൽ സൂചിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. ആ ഘട്ടത്തിലാണ് ഇറാന്റെ ഭാഗത്ത് നിന്ന് അത്തരത്തിലൊരു നീക്കം ഉണ്ടാകുകയും ചെയ്തിട്ടുള്ളത്. യമനിലെ ഗവൺമെന്റുമായി ഇറാൻ സർക്കാരിന് അടുത്ത ബന്ധമുണ്ട്. യമനിലെ ഹൂത്തി ഗവൺമെന്റുമായി ഈ ഇറാനിലെ ഗവൺമെന്റിന് ബന്ധമുണ്ട്. അത് പ്രയോജനപ്പെടുത്തിയിട്ടായിരിക്കും ഇത്തരത്തിലൊരു നീക്കം. അതായത് നിമിഷപ്രിയയുടെ ഒരു നിമിഷം കൂടി, ഇപ്പോൾ ജവാദ് എന്നയാൾ കൂടി നമ്മളോടൊപ്പം ടെലിഫോൺ ലൈനിൽ ചേരുകയാണ്. ജവാദ്, ഇപ്പോൾ ഈ ഇറാന്റെ ഇടപെടൽ ഉണ്ടാകുന്നുവെന്നുള്ള ഒരു ആശ്വാസകരമായിട്ടുള്ള അല്ലെങ്കിൽ പ്രതീക്ഷാവഹമായിട്ടുള്ള കാര്യമാണ് വരുന്നത്. അതിൽ തലാൽ ആക്ഷൻ കൗൺസിലിന്റെ സ്പോക്ക് പേഴ്സൺ കാര്യങ്ങളെ സ്ഥിരീകരിച്ച് പറയുന്നുമുണ്ട്. എങ്ങനെ നോക്കിക്കാണുന്നു ഈ സാഹചര്യത്തെ? ഇറാന്റെ ഇടപെടലിനെ കുറിച്ച് കൂടുതൽ ധാരണയില്ല. ഈ കേസിന്റെ അവസാന ഘട്ടത്തിൽ സുപ്രീം കോടതിയിൽ ഇന്ത്യൻ ഗവൺമെന്റിന്റെ അറ്റോർണി ജനറൽ സെൻട്രൽ ഗവൺമെന്റ് ചില പരിശ്രമങ്ങൾ നടത്തുന്നുണ്ട് എന്ന് അറിയിച്ചിരുന്നു. ഒരുപക്ഷെ അതിന്റെ ഭാഗമായിരിക്കാം ഇറാന്റെ ഇടപെടൽ.
നടക്കുകയാണെങ്കിൽ വളരെ സന്തോഷത്തോടെ കാണുന്നു. ഉസ്താദിനെ തലാലും ആക്ഷൻ നിമിഷപ്രിയയുടെ ആക്ഷൻ കൗൺസിലും അവരുമായി ബന്ധപ്പെട്ട നിയമസഭാ പ്രതിനിധികളും കെ ബാബു MLA ഉൾപ്പെടെയുള്ള ആളുകൾ ബന്ധപ്പെട്ടത് വധശിക്ഷയുടെ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പായിരുന്നു. അന്ന് ഉസ്താദ് വധശിക്ഷ ഒഴിവാക്കാനുള്ള കാര്യങ്ങൾ നടത്തുകയും അത് ഒരു അന്തിമ തീർപ്പിലെത്തുകയും ചെയ്തു. വധശിക്ഷ പൂർണ്ണമായി നിർത്തിവച്ചിരിക്കുന്നു എന്ന തീരുമാനത്തിലേക്ക് എത്തിയിരിക്കുകയും ചെയ്തു. ഇപ്പൊ ന്യൂസ് മലയാളത്തിൽ ഞാൻ കണ്ട ആക്ടിവിസ്റ്റിന്റെ പോസ്റ്റിലും ആ കാര്യം അദ്ദേഹം സ്ഥിരീകരിക്കുന്നുണ്ട്. ശരി, വളരെയധികം നന്ദി ശ്രീ ജവാദ ഈ ഘട്ടത്തിൽ നമ്മളോട് സംസാരിച്ചതിന്. എല്ലാവരും പ്രതീക്ഷാവഹമായിട്ട് തന്നെയാണ് കാര്യങ്ങളെ കാണുന്നത്, ഇറാന്റെ ഇടപെടലിനെ കാണുന്നത്. അനൽക സെയ്ദാണ് വിശദമായ വിവരങ്ങൾ പങ്കുവച്ചത്.